ജീവിക്കാൻ വഴിയില്ലാതെ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ജീവനക്കാർ. ഭൂരിപക്ഷം ക്ഷേത്രങ്ങളിലും മാസങ്ങളായി ശമ്പളം നൽകുന്നില്ല. ദേവസ്വം ബോർഡിന്റെ അനാസ്ഥയ്ക്കെതിരെ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് ജീവനക്കാർ. മാസങ്ങളായി ശമ്പളമില്ല, ചിലയിടത്ത് വർഷം പിന്നിട്ടു. ESI, PF അടക്കമുള്ള ആനുകൂല്യങ്ങൾ ഇല്ല. വിരമിച്ച ശേഷം പെൻഷനായി ലഭിക്കുന്നത് വെറും 3000 രൂപ മാത്രം. കാലങ്ങളായി മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാരോട് കാണിക്കുന്നത് കടുത്ത അവഗണനയിൽ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ജീവനക്കാർ. ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായിട്ട് അവൻ്റെ ശമ്പളമാണല്ലോ പ്രധാനമായിട്ടും. അപ്പോൾ ഈ ശമ്പളം കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പം ഉള്ളത്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള 1400 ക്ഷേത്രങ്ങളിൽ ഏതാണ്ട് 6000-ഓളം വരുന്ന ജീവനക്കാർക്ക് ഇന്ന് ശമ്പളം കിട്ടാത്തൊരവസ്ഥയാണ്. അതായത് 31 വർഷം മുമ്പ് 1994 ബഹുമാനപ്പെട്ട നമ്മുടെ സുപ്രീം കോടതി വിധിയുടെ ഒരു കാര്യങ്ങളും ഇന്ന് നടപ്പിലാക്കിയിട്ടില്ല. ആകെ നടപ്പിലാക്കിയിട്ടുള്ളത് ബോർഡ് രൂപീകരിച്ചു എന്നുള്ളത് മാത്രമാണ്. അതായത് HRNCന്ന് ബോർഡ് രൂപീകരിച്ചു എന്നുള്ളത്, അതായത് ഇടത്തേക്കാലിലെ മന്ത് വലത്തേക്കാലിലായി എന്നുള്ളത് മാത്രമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അവധിക്ക് ബദൽ സംവിധാനം ഇല്ലാത്തതും ജീവനക്കാരെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു. ജോലിയിൽ നിന്നും ഒരു ദിവസം പോലും ലീവ് ലഭിക്കാത്ത സാഹചര്യമാണ്. ക്ഷേമനിധി ഉണ്ടെങ്കിലും കാര്യക്ഷമമല്ലെന്നും പരാതിയുണ്ട്. മാരക അസുഖങ്ങൾക്ക് പണം ലഭിക്കില്ല. 1400-ഓളം ക്ഷേത്രങ്ങളാണ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ ഉള്ളത്. ഭൂരിപക്ഷം ക്ഷേത്രങ്ങളും ദൈനംദിന ചിലവുകൾക്ക് പോലും പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് പ്രവർത്തിക്കുന്നത്. ശിവദാസ് കന്മനം, ജനം, കോഴിക്കോട്.